ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മീന ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചും അശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചും ഈ ഗ്രഹങ്ങളുടെ ദശാ അപഹാര കാലങ്ങളിൽ ജാതകർക്ക് അനുഭവമാകുന്ന ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ചും പറയുന്നു. പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം മീന ലഗ്ന ജാതകർക്ക് ലഗ്നാധിപൻ വ്യാഴമാണ്. വ്യാഴത്തിന് ലഗ്നഭാവത്തിന്റെയും 10ാം ഭാവത്തിന്റെയും ആധിപത്യമാണ് മീനലഗ്ന ജാതകർക്ക് ഉള്ളത്. ലഗ്നഭാവം ശുഭഭാവമാണ്. 10ാം ഭാവം കേന്ദ്ര ഭാവങ്ങളിൽ ഒന്നുമാണ്. 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിൽ ഒന്ന്. ഈ ഭാവങ്ങളുടെ ആധിപത്യം ശുഭഗ്രഹങ്ങൾക്ക് ലഭ്യമായാൽ ജാതകനെ സംബന്ധിച്ച് ആ ഗ്രഹം പാപഗ്രഹമായി മാറും. എന്നാൽ പാപഗ്രഹങ്ങൾക്കാണ് ഈ ഭാവങ്ങളുടെ ആധിപത്യം ലഭിക്കുന്നതെങ്കിൽ ആ പാപഗ്രഹം ജാതകന് ശുഭഗ്രഹവും ആയി മാറും. ഇവിടെ വ്യാഴത്തിനാണ് 10ാം ഭാവാധിപത്യം വന്നത്. വ്യാഴം ശുഭഗ്രഹമാണ്. അതിനാൽ ഇവിടെ വ്യാഴം അശുഭനും പാപനും ആയി മാറി. അതനുസരിച്ച് വ്യാഴത്തിന് ലഗ്നാധിപത്യവും കേന്ദ്രാധിപത്യവും ലഭ്യമായപ്പോൾ വ്യാഴം ഗുണഫലങ്ങളും ദോഷഫലങ്ങളുമായി സമ്മിശ്ര ഫലദായകനായിരിക്കും. ലഗ്നാധിപൻ കാര്യമായ ദോഷഫലങ്ങളൊന്നും തന്നെ ജാതകന് നൽകുകയില്ല എന്നതിനാൽ ഗുണഫലങ്ങൾക്കായിരിക്കും മുൻതൂക്കമെങ്കിലും വ്യാഴത്തിന്റെ ദശാ അപഹാര കാലങ്ങളിൽ ജാതകന് ശുഭഫലങ്ങളോട് ഒപ്പം തന്നെ കുറച്ച് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അടുത്തത് 2, 9 ഭാവാധിപനായ ചൊവ്വയെ സംബന്ധിച്ചാണ്. 2ാം ഭാവം മാരക ഭാവങ്ങളായ 2, 7, 11 എന്നീ ഭാവങ്ങളിൽ ഒന്നായതിനാൽ ചൊവ്വ ജാതകർക്ക് മാരകൻ ആണെങ്കിലും ത്രികോണഭാവമായ 9ാം ഭാവത്തിന്റെ ആധിപത്യം കൂടി ചൊവ്വയ്ക്ക് ലഭിച്ചിരിക്കുകയാൽ മീന ലഗ്ന ജാതകർക്ക് ചൊവ്വ ഏറ്റവും ശുഭനായ ഗ്രഹമാണ്. അതിനാൽ ചൊവ്വയുടെ ദശാ അപഹാര കാലങ്ങൾ ജാതകർക്ക് ശുഭ അനുഭവങ്ങളാൽ സമ്പന്നമായ ഒരു കാലമായിരിക്കും. അടുത്തത് 3, 8 ഭാവങ്ങളുടെ അധിപനായ ശുക്രനെ സംബന്ധിച്ചാണ്. 3ാം ഭാവവും 8ാം ഭാവവും രണ്ടും ജാതകത്തിലെ ദുസ്ഥാനങ്ങൾ ആണ്. 2 ഭാവങ്ങളിലും ശുക്രന് ദുസ്ഥാനാധിപത്യം ലഭിക്കുക വഴി മീനലഗ്ന ജാതകർക്ക് ശുക്രൻ കടുത്ത പാപനായി മാറുന്നു. അതിനാൽ ശുക്രന്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകരെ സംബന്ധിച്ച് കടുത്ത ദോഷ അനുഭവങ്ങൾ വന്ന് ഭവിക്കുന്ന കാലം ആയിരിക്കും. അടുത്തത് 4, 7 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ബുധനെ സംബന്ധിച്ചാണ്. 4, 7, 10 എന്നീ ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങളാണ്. കേന്ദ്രഭാവങ്ങളുടെ ആധിപത്യം കിട്ടുന്ന പാപഗ്രഹങ്ങൾ ജാതകർക്ക് ശുഭഗ്രഹമായി മാറും. അതുപോലെ കേന്ദ്രഭാവത്തിന്റെ ആധിപത്യം കിട്ടുന്ന ശുഭഗ്രഹങ്ങൾ ജാതകന് പാപഗ്രഹവും ആയി മാറുന്നതാണ്. അതിനാൽ ഇവിടെ ശുഭഗ്രഹമായ ബുധൻ മീന ലഗ്ന ജാതകർക്ക് 4, 7 ഭാവാധിപത്യം കിട്ടുക വഴി അശുഭഗ്രഹമായി മാറി. അതിനാൽ ബുധന്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് കടുത്ത ദോഷകാലങ്ങൾ തന്നെ ആയിരിക്കുന്നതാണ്. അടുത്തത് 5ാം ഭാവാധിപനായ ചന്ദ്രനെ സംബന്ധിച്ചാണ്. ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ് 5ാം ഭാവം. അതിനാൽ മീനലഗ്ന ജാതകർക്ക് ചന്ദ്രൻ ത്രികോണാധിപനും ശുഭനും ആണ്. അതിനാൽ ചന്ദ്രന്റെ ദശാ അപഹാര കാലങ്ങൾ ജാതകർക്ക് വളരെയേറെ ശുഭത്വം നിറഞ്ഞ കാലമായിരിക്കും. അടുത്തത് സൂര്യനെ സംബന്ധിച്ചാണ്.
മീന ലഗ്ന ജാതകർക്ക് 6ാം ഭാവമാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ 6ാം ഭാവാധിപത്യം ലഭിക്കുക വഴി 3, 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ അധിപനായി മാറുകയാൽ മീനലഗ്ന ജാതകർക്ക് സൂര്യൻ പാപഗ്രഹമാണ്. അതിനാൽ സൂര്യന്റെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് ദോഷകരങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. അടുത്തത് ശനിയെ സംബന്ധിച്ചാണ്. ശനിക്ക് ലഭിച്ചിരിക്കുന്നത് 11, 12 എന്നീ ഭാവങ്ങളുടെ ആധിപത്യമാണ്. 2, 7, 11 എന്നീ ഭാവങ്ങൾ മാരക ഭാവങ്ങളാണ്. ഇതിൽ 11ാം ഭാവത്തിന്റെ ആധിപത്യം കിട്ടുകയാൽ ശനി മീനലഗ്ന ജാതകനെ സംബന്ധിച്ച് മാരകനാണ്. കൂടാതെ 3, 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങളിൽ ഒന്നായ 12ാം ഭാവത്തിന്റെ ആധിപത്യം കൂടി ലഭിച്ചിരിക്കുകയാൽ മാരകത്വത്തിന് പുറമെ ഒരു ദുസ്ഥാനാധിപത്യം കൂടി ലഭിച്ചിരിക്കുകയാൽ മീനലഗ്ന ജാതകർക്ക് ശനി കടുത്ത പാപനാണ്. അതിനാൽ ശനിയുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ജാതകർക്ക് കടുത്ത ദോഷകാലങ്ങൾ തന്നെ ആയിരിക്കുന്നതാണ്. മീനലഗ്ന ജാതകരുടെ ശുഭ അശുഭ ഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ ഗ്രഹങ്ങൾ ജാതകർക്ക് നൽകുന്ന ശുഭ അശുഭ ഫലങ്ങളെ സംബന്ധിച്ചും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9655232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.